എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റാർ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്, പിതാ കാ പ്രായശ്ചിത്. ഇതൊരു സംസ്മരണമാണ്, ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് പിതാ കാ പ്രായശ്ചിത്. ഈ ചാപ്റ്ററിൽ ഡോക്ടർ അരുൺ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സംസ്മരണത്തിനെ അനുവാദം ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്തയാണ്. അപ്പോൾ അരുൺ ഗാന്ധി എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധി കെ ബേഠേ और മഹാത്മാഗാന്ധി കെ പോത്തെ ഹൈ. അരുൺ ഗാന്ധി എന്ന് പറയുന്നത് മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധിജിയുടെ ഈ അരുൺ ഗാന്ധി എന്ന് പറയുന്നത് അരുൺ ഗാന്ധിയുടെ മുത്തശ്ശനാണ് മഹാത്മാഗാന്ധിജി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ലേഖകനായിരുന്നു. അദ്ദേഹം 30 വർഷക്കാലം ടൈംസ് ഓഫ് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഉസ് സമയ് മൈം 16 ബരസ് കാ ഥാ. അന്ന് എനിക്ക് 16 വയസ്സുണ്ടായിരുന്നു. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. അന്ന് ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിൽ നിന്നും ഏകദേശം 18 മൈൽ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ അച്ഛനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവിടെയാണ് ആശ്രമം. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ആശ്രമം. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിജി ने സ്ഥാപിത് കിയാ ഥാ. ഈ ആശ്രമം സ്ഥാപിച്ചത് എൻ്റെ മുത്തച്ഛനായ മഹാത്മാഗാന്ധിജി ആയിരുന്നു. ആശ്രം दूर दराज के इलाके में थे. आश्रमम दूर दराज के आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया है. आश्रम दूर दराज के इलाके में था. वहाँ दूर दूर तक बस गन्ने के खेत हैं. വളരെ ദൂരെയായിരുന്നു ആശ്രമം സ്ഥാപിച്ചിരുന്നത്. അവിടെ കരിമ്പിൻ തോട്ടങ്ങൾ, നോക്കത്ത ദൂരത്തായിട്ട് കരിമ്പിൻ തോട്ടങ്ങൾ വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. പട്ടണത്തിൽ നിന്നും വളരെ അകലെ ആയതിനാൽ അവിടെ ഞങ്ങൾക്ക് അയൽക്കാരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. പട്ടണത്തിലേക്ക് എത്തിയാൽ കൂട്ടുകാരുമായി കാണാം, അതോടൊപ്പം തിയേറ്ററിലേക്ക് പോയി സിനിമ കാണാം. അതുകൊണ്ട് ഞാനും എൻ്റെ സഹോദരനും ഹമേഷ എല്ലായ്പ്പോഴും ഷഹർ ജാനേക്ക് ഇന്തസാർമേയും രഹത്തെ, പട്ടണത്തിലേക്ക് പോകാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കേക്ക് തലാഷ് മേ രഹത്തെ. എപ്പോഴും നമ്മൾ പട്ടണത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജിസ്സെ ഹം അപ്പനെ മിത്രോം സെ മിൽനെ സഖേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പട്ടണത്തിൽ കാണാൻ സാധിക്കും. പിന്നെയോ और साथ ही वहाँ से सिनेमा घर में फिल्में देख सकते हैं. അതിനോടൊപ്പം തിയേറ്ററിൽ പോയി സിനിമയും കാണാം. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സഹോദരനും 2 സഹോദരങ്ങളും പട്ടണത്തിൽ പോകാനുള്ള അവസരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാര്യം നമ്മുടെ പ്രദേശത്ത് അവിടെ അയൽക്കാരും തന്നെ ഇല്ല. एक दिन पिताजी ने मुझे कहा कि मैं उसे कार से शहर ले जाऊँ. ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാറിൽ പട്ടണത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. ഉൻകി വഹാം പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് थी. അദ്ദേഹത്തിന് അവിടെ ഒരു ദിവസം പൂർണ്ണമായും മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझे ऐसी ही मौके की तलाश थी. മുझे ऐसे ही मौके पे तलाश. ഞാൻ ഒരു പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി. क्योंकि मैं शहर जा रहा था, माम ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. ഞാൻ പട്ടണത്തിലേക്ക് പോകാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു. പട്ടണത്തിലേക്ക് പോകുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ട് വരാനുള്ള സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് അമ്മ തരുമായിരുന്നു. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ ഥാ. ഇത്തവണ പട്ടണത്തിൽ എനിക്ക് ഒരു ദിവസം മുഴുവനും പട്ടണത്തിൽ ചിലവഴിക്കേണ്ടതാണ്. इसलिए पिताजी ने मुझसे वहाँ
കൈ ബക്കായ കാമോ ഗോ പൂര കർണേക്കോ കഹ. അതുകൊണ്ട് അച്ഛൻ എന്നെ ഏതാനും കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചു. ഇസ്മേൻ കാർ കി സർവീസിംഗ് ഭി ശാമിൽ ഥി. അക്കൂട്ടത്തിൽ കാറിൻ്റെ സർവീസിംഗ് ഉണ്ടായിരുന്നു. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. മീറ്റിംഗ് സ്ഥലത്ത് എത്തിയ അച്ഛൻ എന്നോട് 5 മണിക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനെ ഞാൻ മീറ്റിംഗ് സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. बताए गए कामों को फटाफट निभाने के बाद मैं झट से सिनेमा घर में घुस गया. ഏൽപ്പിച്ച ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഞാൻ സിനിമാ തിയേറ്ററിലേക്ക് കയറി. वहाँ जॉन बैन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെന്നിൻ്റെ രസകരമായ ചിത്രം കണ്ടുകൊണ്ടിരുന്ന ഞാൻ സമയം വൈകിയ കാര്യം ഓർത്തതേയില്ല. और जब ध्यान आया तब तक शाम के 5:30 बजे चुके थे. ഓർമ്മ വന്നപ്പോഴേക്കും സമയം ഏകദേശം 5:30 वहाँ से कार लेकर जब मैं पिताजी के पास पहुँचा तब तक शाम के 4 बजे चुके थे. ഞാൻ പെട്ടെന്ന് ഗാരയിലെത്തി. കാറുമെടുത്ത് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും സമയം 6 കഴിഞ്ഞിരുന്നു. സമയം 6 മണി സമയം കഴിഞ്ഞിരുന്നു. വഹാം സെ കാർ ലേക്കർ അവിടുന്ന് കാറുമെടുത്ത് ജബ് മെയിൻ പിതാജി കെ പാസ് പഹൂഞ്ച അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും തബ് തക് ശാം കെ 4 ബജെ ചുക്കേ ഥേ. അപ്പോഴേക്കും സമയം എന്ന് പറയുന്നത് എത്രയാണ്? 6 മണി കഴിഞ്ഞിരുന്നു. പിതാജി ബേസ്ബ്രി സെ മേര ഇന്തസാർ കർ രഹേ ഥേ. അപ്പോഴേക്കും അച്ഛൻ അക്ഷമനായി എന്നെയും കാത്ത് നിൽക്കുകയായിരുന്നു. പിതാജി 5 മണിക്കാണ് വരാൻ പറഞ്ഞിരുന്നത്. എന്നെ മീറ്റിംഗ് കഴിയും, ആ സമയത്ത് എന്നെ 5 മണിക്ക് തന്നെ വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പിതാജി ആക്കിയതിന് ശേഷം ചെയ്യേണ്ട ജോലികളൊക്കെ ഫട്ടാഫട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത ശേഷം ഒരു ജോൺ ബെന്നിൻ്റെ രസകരമായ ഒരു ഫിലിം കാണുന്നതിന് വേണ്ടി ഞാൻ നേരെ തിയേറ്ററിലേക്ക് കയറുകയും സിനിമ കണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞതേയില്ല. പെട്ടെന്ന് തന്നെ നോക്കിയപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. 5:30 മണി ആയിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഗ്യാരേജിൽ വന്നു. കാറുമെടുത്ത് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും സമയം 6 മണി ആയിരുന്നു. ഈ സമയത്ത് പിതാജി എന്നെയും കാത്ത് വളരെ അക്ഷമനായി അവിടെ എന്നെയും കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ പട്ടണത്തിലേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പട്ടണത്തിലേക്ക് പോകാൻ അധികം ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം അവിടെ തന്നെ തങ്ങൾ താമസിച്ച സ്ഥലത്ത് സുഹൃത്തുക്കളൊക്കെ അയൽവാസികൾ കുറവായിരുന്നു. പട്ടണത്തിലേക്ക് പോകാൻ അവസരം കിട്ടി. പോയ സമയത്ത് പിതാജിയെയും അവിടെ ആക്കിയിട്ട് പോയ സമയത്തുണ്ടായ അനുഭവങ്ങളാണ്, കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം വായിച്ചു നോക്കുക. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. തൊട്ട് കഴിഞ്ഞുള്ള ചാപ്റ്ററുകളുടെ വർക്ക്ഷീറ്റുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അയക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇതൊരു സംസ്മരണമാണ്, ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ.